പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവർത്തികൾ 3-ാം അധ്യായം 7-ാം വാക്യം. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ! അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു. അപ്പസ്തോല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൽ അത്ഭുതങ്ങളുടെ തുടക്കമാണ് സംഭവിക്കുന്നത്. ഇതാ ഹല്ലേലൂയ, നാളുകളായി മുടന്തനായി കിടന്നവൻ, പക്ഷപാതം പിടിച്ച് കിടന്നവൻ, നടക്കാൻ പറ്റാത്തവൻ, ഹല്ലേലൂയ, അഭിഷിക്തന്മാരുടെ സാന്നിധ്യം വെളിപ്പെട്ട് വന്നപ്പോൾ ദൈവശക്തിയുടെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വന്നു. ഹല്ലേലൂയ, നമുക്ക് ചരിത്രം നന്നായിട്ടറിയാം. ഹല്ലേലൂയ, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രന യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ഇതാ വേദപുസ്തകത്തിൽ നാം ഇപ്പോൾ വായിച്ച വാക്യപ്രകാരം അവൻ കുതിച്ചെഴുന്നേറ്റു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിച്ചു. പ്രിയരെ, ആണ്ടിൻ്റെ ഈ ദിവസം വരെയും നടത്തിയ ദൈവം നമ്മെ അടുത്ത തലത്തിലേക്ക് ഈ ദിവസങ്ങളിൽ കൊണ്ടുപോകുന്നതായി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ഹല്ലേലൂയ! ക്ഷണത്തിൽ കൈയും കാലും, അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. ഹല്ലേലൂയ! അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ക്ഷണത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, കഴിഞ്ഞ 7 മാസക്കാലം നടത്തിയ ദൈവം പറയുന്നു, ക്ഷണത്തിൽ നിൻ്റെ മേലൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ കുതിച്ച് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്ന മാസമായി ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ! ഈ പുതിയ മാസത്തിൽ നാം ഓരോ ദിവസവും ചുവട് വെക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ വെച്ചതുപോലെയല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വേദപുസ്തകം പറയുന്നു, അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം, അവൻ മലകളിൽ മേൽ ചാടിയും കുന്നുകളിൽ മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. ഈ ദിവസങ്ങളിൽ പ്രിയൻ്റെ ശബ്ദം നിങ്ങളുടെ കാതിൽ കേൾക്കട്ടെ. പ്രിയൻ്റെ ഇമ്പമായ സ്വരം. ഇടത്തോട്ടോ വലത്തോട്ടോ കാല് വെക്കുമ്പോൾ ഇതാകുന്നു വഴി എന്നുള്ള പ്രിയൻ്റെ ശബ്ദം പ്രിയരെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കും. നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രിയനുണ്ട്. അവൻ ഇതാ വേദപുസ്തകം പറയുന്നു, മലകളിൽ മേൽ ചാടിയും അല്ലെങ്കിൽ കുന്നുകളിൽ മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. നാം ഇഴഞ്ഞ് ജീവിക്കുന്ന ജീവനല്ലല്ലോ. നമ്മുടെ കാലുകളുടെ മേൽ പേടമാൻ്റെ തുല്യമായ ബലം തന്ന് നമ്മെ നടത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും ഞങ്ങൾ സിയോൻ പർവ്വതത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഈ പറഞ്ഞ വാക്യങ്ങളെ ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കും, കർത്താവേ, ഞാനൊരു ദൈവ പൈതല, ഞാൻ കർത്താവിൻ്റെ മകനാ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ, എനിക്ക് വേണ്ടി സംസാരിക്കുന്നൊരു പ്രിയനുണ്ട്, എനിക്ക് വേണ്ടി തുള്ളിച്ചാടി മലകളിൽ കൂടെ വരുന്ന ഒരു പ്രിയനുണ്ട്. ആ പ്രിയനുള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറ, ഈ സ്ഥലത്ത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതവും അടയാളവുമാണ്. ഹല്ലേലൂയ! വേദപുസ്തകത്തിൽ 8-ാമത്തെ ഹല്ലേലൂയ ആ ദിവസത്തെക്കുറിച്ച്, 8-ാം മാസത്തെക്കുറിച്ച്, 8-ാം വർഷത്തെക്കുറിച്ച് ദൈവം പറയുന്ന കാര്യമുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, 8-ാം നാളിൽ വിശുദ്ധമായ സഭായോഗം, 8-ാം നാളിൽ ഉത്സവത്തിൻ്റെ ശബ്ദം. ഞാൻ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഈ 8-ാമത്തെ മാസം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. 8-ാം മാസത്തിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഉത്സവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും. 8-ാം മാസത്തിൽ ഒരു കൂടി വരവുണ്ട്. വിശുദ്ധ സഭായോഗത്തിലെ കൂടിവരവ് പോലെ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു കൂട്ടായ്മയും ഉത്സവത്തിൻ്റെ ശബ്ദവും മുഴങ്ങട്ടെ. കരച്ചിലും പല്ലുകടിയും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അല്ല. കാരണം ക്രൂശിൽ നമ്മുടെ കരച്ചിലിനെ എടുത്തു മാറ്റി, ക്രൂശിൽ നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റി, ക്രൂശിൽ നമ്മുടെ രോഗത്തെ അവൻ ചുമന്നു, നമ്മുടെ ശാപത്തെ മാറ്റി, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ലോകത്തിലെ ഹല്ലേലൂയ ഈ ജീവിതത്തിൽ ദൈവജനത്തെ ജയത്തോടെ നടത്താൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. എൻ്റെ കർത്താവ് ഒരു നല്ല പിതാവാ. ഈ ലോകത്തിലെ അപ്പനും അമ്മയും തലമുറകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവരെ നന്നായി വളർത്താൻ അറിയുന്നുവെങ്കിൽ, നന്നായി പരിപാലിക്കാൻ അറിയുന്നുവെങ്കിൽ, നന്നായി പോറ്റിപ്പുലർത്താൻ അറിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവൻ നല്ല അപ്പനാ. അവനിൽ ഒരു ദോഷവും പറയാനില്ല. ഇത് ഈ ജീവിതത്തിൽ നമ്മുടെ ടെസ്റ്റിമണിയാ. എത്ര പേര് എന്നോട് ചേർന്ന് പറയും, എൻ്റെ അപ്പൻ സ്വർഗത്തിലെ നല്ല അപ്പൻ. ഇന്ന് പകൽക്കാലവും
എനിക്ക് വേണ്ടി നല്ലത് തരുന്ന ദൈവമാ. ദോഷികളായ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ലത് കരുതുന്നുവെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ ഞങ്ങളെക്കാട്ടിലും എത്ര നല്ലവനായ ദൈവമാ. ഈ 8-ാം മാസക്കാലം അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയൻ്റെ ശബ്ദം എന്നെ ആശ്വസിപ്പിക്കുന്ന ശബ്ദമാ. പ്രിയൻ്റെ ശബ്ദം ഉത്സവം ആചരിക്കുന്ന ശബ്ദമാ. പ്രിയൻ്റെ ശബ്ദം എന്നെ ബലപ്പെടുത്തുന്ന ശബ്ദമാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉത്തമഗീതത്തിൽ പ്രിയൻ്റെ ശബ്ദം കേട്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് പ്രിയൻ്റെ ശബ്ദം കേൾക്കട്ടെ. മലകളിൽ മേൽ ചാടിയും കുന്നുകളിൽ മേൽ കുതിച്ചും കൊണ്ടുവരുന്ന പ്രിയൻ്റെ ശബ്ദം. 8-ാം നാളിലെ വിശുദ്ധ സഭായോഗത്തിൻ്റെ ആരാധന എൻ്റെ വീട്ടിനകത്ത് വെളിപ്പെടട്ടെ. 8-ാം നാളിലെ ദൈവിക ഉടമ്പടികൾ വെളിപ്പെടട്ടെ. 8-ാം നാളിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. 8-ാം നാളിലെ സെലിബ്രേഷൻ ഞങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെടട്ടെ. ഇതാ വേദപുസ്തകം പറയുന്ന പ്രകാരം, ഹല്ലേലൂയ, യെശയ്യാവ് 8-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി തീരട്ടെ. ഞങ്ങൾക്ക് എത്താൻ കഴിയാത്ത വൻ സ്ഥലങ്ങളിലേക്ക്, ഉയർന്ന സ്ഥലത്തിലേക്ക്, ഹല്ലേലൂയ, 62-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ കർത്താവേ, ആ ഉന്നത പദവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ അപ്പൻ്റെ കരം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. അവൻ കരം പിടിച്ചു കഴിയുമ്പോൾ ഇതുവരെ കിടന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ, കുതിച്ചും തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിപ്പാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് കരം പിടിച്ച് ഉയർത്തട്ടെ. കർത്താവിൻ്റെ സെലിബ്രേഷൻ, കർത്താവിൻ്റെ ഉത്സവം, കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ, ആമീൻ.